തൊട്ട് എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. ഒരാഴ്ചയുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നൈറ്റ് തുടങ്ങും. ഇപ്പോൾ വന്നിരുന്ന് ഈ കൈകുത്തിയിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കോഡ് ബ്രൗണിൻ്റെ ഡ്രില്ലുണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സിനാരിയോ. കാര്യങ്ങളൊക്കെ വായിച്ചു, പോളിസി ഇരുന്ന് വായിച്ചു. വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ പറയണമല്ലോ, ജോലി കിട്ടിക്കഴിഞ്ഞാലെങ്കിലും പഠിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. ഇതിപ്പോൾ എന്നും പഠിത്തം തന്നെയാണ്. അങ്ങനെ സമയം ഒരു 5 മണി 6 മണിയായ സമയത്ത് അവർ വന്നു ഡ്രിൽ ചെയ്തു. പക്ഷേ സംഭവം ഫെയിലായി. നമ്മൾ കാരണമല്ല, ബാക്കിയുള്ളവർക്ക് ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് December 31 ആണ്. ഇന്ന് ന്യൂ ഇയർ ആണ്. അതുകൊണ്ട് തന്നെ ന്യൂ ഇയറിൻ്റെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ നേരെ ചെന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്മസ് സെലിബ്രേഷന് നമുക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ഈവനിങ് ഡ്യൂട്ടി ആയ കാരണം ഫുഡ് കഴിക്കുന്ന നേരത്താണ് നമ്മളവിടെ എത്തിയത്. ഇന്നത്തെ മെനു പിസ്സ ആൻഡ് ബ്രോസ്റ്റും ആണ്. പിന്നെ അതിൻ്റെ കൂടെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ അവിടെ കുറച്ച് നേരം തുള്ളി ഫോട്ടോസ് എടുത്തു. ഫുഡ് കഴിക്കാനുള്ള ഹാഫ് ആൻ അവർ കൊണ്ട് നമ്മൾ മാക്സിമം അവിടെ എൻജോയ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. ഡ്യൂട്ടി ഉണ്ട്, പേഷ്യൻ്റ് ഉണ്ട്. സോ അതെല്ലാം കഴിഞ്ഞ് ഒരു 11:45 എൻഡോസ്മെൻറ്റും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. സമയം 12 മണി ആവാറായിട്ടുണ്ട്. ഹോസ്റ്റലിൽ പോയി ലാലിനുള്ള പായസവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു, കൊടുത്തു. അപ്പോഴേക്കും രമ്യ ചേച്ചിയും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ചേച്ചി ന്യൂ ഇയറിൻ്റെ ടൈമിലേക്കും അതുപോലെ ക്രിസ്മസിനും പ്ലം കേക്ക് നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാറുണ്ട്. എന്നാൽ പിന്നെ അതും കൂടിയും കട്ട് ചെയ്തിട്ട് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ കറക്റ്റ് 12 മണി സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിന് പുറത്തായിട്ട് ഇരുന്ന് കേക്കും കട്ട് ചെയ്ത് ആ കേക്കും തിന്നിട്ടാണ് പോയത്. സൗദിയിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ന്യൂ ഇയർ ആണിത്. നോർമലി ഈ സമയത്ത് നാട്ടിലാണ് ഉണ്ടാവാറ് വെക്കേഷന്. ഈ പ്രാവശ്യം നേരത്തെ പോയി വന്ന കാരണം തന്നെ ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം ഇവിടെ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ? സെലിബ്രേഷൻ ഉണ്ടായിരുന്നോ? ഞാൻ സാധാരണ രാത്രി 12 മണിക്ക് കിടന്ന് ഉറങ്ങാറ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് ഒരു കേക്ക് വരെ 12 മണിക്ക് കട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. 2026 തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ പെരുവഴി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2026 പെരുവഴിയിലാവാണ്ടിരുന്നാൽ മതി. അപ്പോൾ ശരി ട്ടാ.